പ്രൈസ് ദ ലോർഡ്. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഷാലോം ചാനലിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹോന്നതമായ നാമത്തിൽ കൃപയും സമാധാനവും. പ്രൈസ് ദ ലോർഡ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം മേന്മ ഭാവിക്കരുത് എന്നതിനെ കുറിച്ചാണ്. റോമാലേഖനം 12-ാം അധ്യായം 3-ാം തിരുലിഖിതം. ഉള്ളതിലധികം മേന്മ ആരും ഭാവിക്കരുത്. ഈ നിമിഷങ്ങളിൽ ദൈവമായ കർത്താവ് ദൈവവചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ തന്നെ അനേകം വ്യക്തികളെയും കുടുംബങ്ങളെയും തിന്മകളിൽ നിന്നും പാപത്തിൽ നിന്നും രോഗത്തിൽ നിന്നും വിടുവിച്ചതിന്റെ ചില സംഭവങ്ങളെക്കുറിച്ച് നമുക്ക് ശ്രവിക്കാം. ചേർത്തലയിൽ നിന്ന് ദീപ എന്നൊരു വ്യക്തി എഴുതിയിരിക്കുന്നതാണ് ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നത്. എന്റെ കുടുംബം സ്ഥിരമായി ഷാലോം ചാനലിൽ അഭിഷേകാഗ്നി പ്രോഗ്രാം കാണാറുണ്ട്. അതിലൂടെ പല അനുഗ്രഹങ്ങളും ഞങ്ങളുടെ കുടുംബത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ അവ എഴുതി അറിയിക്കുകയാണ്. എന്റെ അമ്മയുടെ ആങ്ങളയുടെ മകൾ ഉദര ശസ്ത്രക്രിയയിലൂടെ സെപ്റ്റിക്കായി. ഫ്ലൂയിഡ് എടുക്കാനായി ട്യൂബ് ഇട്ടപ്പോൾ ശ്വാസകോശത്തിൽ മുറിവുണ്ടാവുകയും അതേ തുടർന്ന് അതിന് ഇൻഫെക്ഷൻ വന്ന് 1 മാസത്തോളം ഐസിയുവിൽ കിടക്കുകയും ചെയ്തു. ബോംബെയിലെ വിദഗ്ധ ഡോക്ടർമാരെല്ലാം ചികിത്സയ്ക്കെത്തുകയും ചെയ്തു. അവസാനം ഒന്നും ചെയ്യാൻ പറ്റുകയില്ല, ദൈവത്തിൽ ആശ്രയിക്കുക എന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചു. ഞങ്ങൾ എല്ലാവരും കരഞ്ഞു പ്രാർത്ഥിച്ചു. അഭിഷേകാഗ്നി പ്രോഗ്രാമിന്റെ സമയത്ത് സാക്ഷ്യപ്പെടുത്താം, ജീവൻ തിരിച്ചു തരണമേ എന്ന് ഞങ്ങൾ കേണപേക്ഷിച്ചു. 6 മാസം ആശുപത്രിയിലായിരുന്നു. ഞങ്ങൾ തീഷ്ണമായി അഭിഷേകാഗ്നി പ്രോഗ്രാമിന്റെ സമയത്ത് 9 ആഴ്ച മുടങ്ങാതെ പ്രാർത്ഥിച്ചു. അതിന്റെ പരിണത ഫലമായി 9 ആഴ്ച കഴിഞ്ഞപ്പോൾ ആ കുട്ടി അത്ഭുതകരമായി രോഗത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ചു. ഞങ്ങൾ കുടുംബസഹിതം കർത്താവിന് മഹത്വം നൽകുകയും അഭിഷേകാഗ്നിയിൽ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു. അതുകൂടാതെ എന്റെ അമ്മയ്ക്ക് 15 വർഷമായി കൂടെ തുടർച്ചയായി വയറിളക്കം ഉണ്ടാകുന്ന രോഗമുണ്ടായിരുന്നു. അഭിഷേകാഗ്നി സമയത്ത് അനേകരെ യേശു സുഖപ്പെടുത്തുന്നത് കണ്ടപ്പോൾ ഞങ്ങളും ഹൃദയം നുറുങ്ങി പ്രാർത്ഥിച്ചു. 15 വർഷമായി ഇടയ്ക്കിടെ വരുന്ന കൂടെയുള്ള വയറിളക്ക രോഗത്തിൽ നിന്ന് സൗഖ്യം തരണമേ എന്ന്. അതിനുശേഷം ഇന്നുവരെ ഞങ്ങളുടെ അമ്മയ്ക്ക് അങ്ങനെയുള്ള ആ രോഗം പിന്നെ അലട്ടിയിട്ടില്ല. ദൈവത്തിനും യേശു ക്രിസ്തുവിനും ഞങ്ങൾ നന്ദി പറയുന്നു. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. നിലമ്പൂരിൽ നിന്ന് ഷിജി എന്ന് പറഞ്ഞ മറ്റൊരു വ്യക്തി രേഖപ്പെടുത്തിയിരിക്കുന്ന അത്ഭുതകരമായ ദൈവിക ഇടപെടൽ നമുക്ക് ശ്രമിക്കാം. ജനിച്ചപ്പോൾ മുതൽ കുടൽ സംബന്ധമായ അസുഖമായതുകൊണ്ട് 4 ഓപ്പറേഷന് വിധേയമായിട്ടുണ്ട്. എന്നാലും ശരിയാകാത്തൊരു സ്ഥിതിയിലായിരുന്നു. 3 മാസങ്ങൾക്ക് മുമ്പ് എനിക്ക് വയറിന് വല്ലാത്ത വേദനയും അസ്വസ്ഥതയും ഉണ്ടായി. എനിക്കിപ്പോൾ ഏതാണ്ട് 28 വയസ്സ് പ്രായമുണ്ട്. ഇവിടെയുള്ള പല ആശുപത്രികളിലും ചികിത്സ നേടി നടന്നു. സ്കാൻ ചെയ്തപ്പോൾ എന്റെ കിഡ്നി ചുരുങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് ഡോക്ടർമാർ കണ്ടെത്തി. ഇത് കേട്ട് ഞങ്ങൾ ആകെ വിഷമിച്ചു. ഞങ്ങൾ കരഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അഭിഷേകാഗ്നി പ്രോഗ്രാമിനെ കുറിച്ചും ഷാലോം ചാനലിലെ ഈ ശുശ്രൂഷയെ കുറിച്ചും അറിയുന്നത്. ഷാലോം ചാനൽ തുറന്ന് അഭിഷേകാഗ്നി പ്രോഗ്രാമിന്റെ സമയത്ത് ഞങ്ങൾ കുടുംബസമേതം കരഞ്ഞ് പ്രാർത്ഥിക്കുകയും ഈ രോഗം പ്രാർത്ഥനയുടെ ഫലമായി സൗഖ്യപ്പെട്ടാൽ സാക്ഷ്യപ്പെടുത്താം എന്ന് നേർച്ച നേരുകയും ചെയ്തു. ഒരാഴ്ച കഴിഞ്ഞ് പിറ്റേ ആഴ്ച ഞങ്ങൾ കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പ് നടത്തി നോക്കിയപ്പോൾ എനിക്ക് യാതൊരു കുഴപ്പവുമില്ലെന്നും എൻ്റെ കിഡ്നി സാധാരണ നിലയിൽ പ്രവർത്തിക്കുന്നതായും കണ്ടെത്തി. പിന്നീട് ഇന്നുവരെ എനിക്ക് അതുവരെ അനുഭവപ്പെട്ടിരുന്ന യാതൊരു രോഗങ്ങളും അനുഭവപ്പെടുന്നില്ല. ഇന്ന് ഞാൻ ഒരു ട്രീറ്റ്മെന്റും ഇല്ലാതെ സുഖമായി എൻ്റെ വീട്ടിലിരിക്കുന്നു. ഞാൻ എൻ്റെ യേശുക്രിസ്തുവിന് ഓടാനുകൂടി നന്ദി അർപ്പിക്കുന്നു. ഷിജിമോൾ നിലമ്പൂരിൽ നിന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. ചെറുപ്പം തൊട്ട് കുടലിലുണ്ടായിരുന്ന രോഗപീഠ ഏതാണ്ട് 28 വർഷക്കാലം അനുഭവിച്ചു തീർത്ത രോഗത്തിന്റെ വേദന അഭിഷേകാഗ്നി പ്രോഗ്രാമിന്റെ സമയത്ത് ഈ ഷിജി എന്ന് പറയുന്ന ഈ വ്യക്തി യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവിന്റെ
അത്ഭുത നാമത്തിൽ വിട്ടുമാറിപ്പോയി. ഇപ്പോൾ ഈ നിമിഷങ്ങളിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഉന്നത ശക്തി വ്യാപരിക്കാൻ ആഗ്രഹിക്കാം. കരങ്ങൾ രണ്ടും മാറോട് ചേർത്ത് വെച്ച് ചെറിയ കുഞ്ഞുങ്ങൾ മുതൽ വലിയവർ വരെ എല്ലാവരും പ്രാർത്ഥിക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമം ആരാത്മാർത്ഥമായി വിളിച്ചപേക്ഷിക്കുന്നുവോ അവരുടെ മേൽ വ്യാപരിക്കുന്ന നിമിഷങ്ങളാണിത്. രോഗത്തിന്റെ മേൽ യേശുവിന്റെ നാമം വ്യാപരിക്കും. തിന്മയുടെ മേൽ യേശുവിന്റെ നാമം വ്യാപരിക്കും. പാരമ്പര്യ ബന്ധനങ്ങളുടെ മേൽ യേശുവിന്റെ നാമം വ്യാപരിക്കും. ചെറുപ്പം മുതൽ ഇന്ന് വരെ ചികിത്സിച്ചിട്ട് മാറാത്ത രോഗങ്ങളാണെങ്കിൽ പോലും അവയുടെ മേൽ യേശുവിന്റെ നാമം വ്യാപരിക്കും. ദൈവവചനം കേൾക്കുമ്പോൾ തുറവിയില്ലാത്ത വിധം അടഞ്ഞ ഹൃദയമാണോ? യേശുവിന്റെ നാമം വ്യാപരിക്കും. ഓരോരുത്തരും പ്രാർത്ഥിക്കട്ടെ. ഹാലലുയ്യ, ഹാലലുയ്യ. ഓ ദൈവമേ, ഈ നിമിഷങ്ങളിൽ അവിടുന്ന് സ്പർശിക്കണമേ. കാലങ്ങളായി വേദന അനുഭവിക്കുന്ന വേദനിക്കുന്ന ഓരോ ആത്മാവിലേക്കും അവിടുത്തെ ശക്തി ഇപ്പോൾ വ്യാപരിക്കുമാറാകട്ടെ. ഓ കർത്താവേ, മനസ്സിന്റെ ദുഃഖങ്ങളെ ഏറ്റെടുക്കണമേ. ഓ മനസ്സിൽ ദുഃഖം കൊണ്ട് തളർന്നിരിക്കുന്ന ഓരോ മകനെയും മകളെയും യേശുവേ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എത്ര ശ്രമിച്ചിട്ടും പഠിക്കാൻ കഴിയാതെ വിഷമിച്ചിരിക്കുന്ന വിദ്യാർത്ഥിനികളെ ഇപ്പോൾ സ്പർശിക്കണമേ കർത്താവേ. യുവതീ യുവാക്കന്മാരെ അവിടുന്ന് ആശീർവദിക്കണമേ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിറയ്ക്കണമേ കർത്താവേ. വിശ്വാസം മങ്ങിപ്പോയി, വിശുദ്ധ കൂദാശകൾ നകന്നുപോയി, തിരുസഭാ ജീവിതം നഷ്ടപ്പെട്ട് സന്ധ്യാപ്രാർത്ഥന പോലും ഇല്ലാതെ അകന്ന് ഉടറി നടക്കുന്ന ഓരോ വ്യക്തികളെയും അവിടുന്ന് ഇപ്പോൾ സ്പർശിക്കണമേ. നഷ്ടപ്പെട്ട വിശ്വാസ കൃപകൾ തിരിച്ചു നൽകണമേ. ആത്മീയ ഉണർവ് പ്രദാനം ചെയ്യണമേ. ഘോഷന്മാരാകാതെ കർത്താവിന്റെ അഭീഷ്ടം എന്തെന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണമുള്ള ആത്മീയ ഉണർവ് ഇപ്പോൾ അങ്ങയുടെ ദാസന്മാർക്ക് പ്രദാനം ചെയ്യണമേ. ഹാലലുയ്യ, ഹാലലുയ്യ, ഹാലലുയ്യ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഉള്ളതിലധികം മേന്മ ഭാവിക്കരുത് എന്ന് തിരുലിഖിതങ്ങൾ നിർദ്ദേശിക്കുകയാണ്. റോമാലേഖനം 12:3. എനിക്ക് ലഭിച്ചിരിക്കുന്ന കൃപയാൽ പ്രേരിതനായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഉള്ളതിലധികം മേന്മ ആരും ഭാവിക്കരുത്. ദൈവരാജ്യത്തിന്റെ അനുഭവത്തിൽ വളരാൻ ഒരു വ്യക്തിക്ക് അങ്ങേയറ്റം തടസ്സമുണ്ടാക്കുന്ന ഒരു പാപമാണ് നെഗളം. നെഗളിക്കരുത് എന്ന് കാർന്നോന്മാർ ചൊല്ലിയിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടില്ലേ? നെഗളം അങ്ങേയറ്റം വലിയ ഒരു തിന്മയാണ്. അത് നമ്മുടെ ജീവിതത്തെ അടിമുതൽ മുടി വരെ സമൂലം നശിപ്പിച്ചു കളയും. അത്രമാത്രം ഗൗരവമേറിയ ഒരു മൂല പാപമാണ് നെഗളം. ഉള്ളതിലധികം മേന്മ ഭാവിക്കുക, മറ്റുള്ളവരെ പുച്ഛത്തോടെ കാണുക. ഇതിനെക്കുറിച്ച് വ്യക്തമാക്കാൻ ഞാൻ ഒരു ഉദാഹരണം നിങ്ങളോട് പറയാം. ഒരു മലമ്പ്രദേശത്ത് ഒരു കുന്നിൻ ചെരുവിൽ ഇതാ ഒരു ചെടി വളർന്നു വരികയാണ്. ആ ചെടിയിൽ മനോഹരമായ റയർ വെറൈറ്റി അപൂർവ തരത്തിലുള്ള ഒരു പുഷ്പം ഉണ്ടാവുകയാണ്. ആ പുഷ്പം മൊട്ടിട്ടു പതുക്കെ പതുക്കെ വിടർന്ന് അത് അത്ഭുതകരമായ വർണ്ണ പ്രതാപങ്ങളോടെ അത് വിരിഞ്ഞ് സുഗന്ധം വീശി അങ്ങനെ ആ കുന്നിൻ ചെരുവിൽ നിൽക്കുകയാണ്. ആദ്യം അതൊരാൾ കണ്ടു. അയാൾ ചെന്ന് 10 പേരോട് പറഞ്ഞു. അവർ വന്നു. അവർ ചെന്ന് 10 പേരോട് പറഞ്ഞു. അങ്ങനെ കൂട്ടം കൂട്ടമായി ആ കുന്നിൻ ചെരുവിലേക്ക് ആളുകൾ വന്ന് ഈ പുഷ്പത്തെ നോക്കുകയാണ്. അങ്ങനെ കേട്ടവർ വീണ്ടും വീണ്ടും മറ്റുള്ളവരോട് പറയുന്നു, ഇങ്ങനെ ഈ അപൂർവ തരത്തിലുള്ള ഈ മനോഹര പുഷ്പം കാണാൻ ഇതാ ഒരുപാട് പേര് ആ കുന്നിൻ ചെരുവിലേക്ക് എത്തിച്ചേരുകയാണ്. അങ്ങനെ ആ മുള്ളുകളും മുൾപടർപ്പുകളും നിറഞ്ഞു നിന്ന ആ കുന്നിൻ ചെരുവിൽ ഈ ചെടിയുടെ അടുത്തേക്ക് ഒരു പാത തന്നെ നടന്ന് ഒരു പാത തന്നെ നടന്നു തെളിഞ്ഞു. അങ്ങനെ ഈ ചെടി ഇങ്ങനെ നിൽക്കുകയാണ്. ഇപ്പോൾ ഈ പുഷ്പത്തിന് തോന്നുകയാണ്, ഞാൻ നിസാര പാർട്ടിയൊന്നുമല്ല, ഞാൻ ഈ അടുത്ത് നിൽക്കുന്ന ഈ ഡൂക്കിലി പുഷ്പങ്ങളെ പോലെ ഒന്നല്ല, ഞാനൊരു വലിയ പുഷ്പം തന്നെയാണ്. ഇങ്ങനെ ഈ പുഷ്പം അങ്ങോട്ട് ആവശ്യമില്ലാത്ത ഓരോ ചിന്തകളിലേക്ക് മുഴുകി. നോക്കുമ്പോൾ ശരിയാണ്, ആളുകളെല്ലാം ഈ പുഷ്പത്തിന് ചുറ്റിലുമാണ് നിൽക്കുന്നത്. അപ്പുറത്തെ ചെടിയിൽ പുഷ്പമുണ്ട്, ഇപ്പുറത്തെ ചെടിയിൽ പുഷ്പമുണ്ട്, അവിടെ പുഷ്പമുണ്ട്, ഇവിടെ പുഷ്പമുണ്ട്. പക്ഷേ ആളുകൾ അതൊന്നും നോക്കുന്നില്ല. അവിടെ തൊട്ടാവാടിയുടെ പുഷ്പം അവിടെയുണ്ട്, എന്നാൽ ആളുകൾ മൈൻഡ് ചെയ്യുന്നില്ല. ഇപ്പുറത്തെ വള്ളിച്ചെടിയിൽ പുഷ്പമുണ്ട്, ആളുകൾ നോക്കുന്നില്ല. എന്നാൽ ഈ അപൂർവ പുഷ്പത്തിന് ചുറ്റിലുമാണ് ആളുകൾ തടിച്ചുകൂടിയിരിക്കുന്നത്. അപ്പോൾ ഈ പുഷ്പത്തിന് തന്നെ തോന്നി, ഞാനൊരു നിസ്സാരക്കാരനല്ല,
ഞാൻ എന്തോ ഒരു വലിയ ആളാണ് എന്നൊരു ഭാവം ഈ പുഷ്പത്തിന്റെ ഉള്ളിലേക്ക് തന്നെ കയറി വന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ പുഷ്പം അങ്ങനെ ഞെളിഞ്ഞു നിൽക്കാൻ തുടങ്ങി. അപ്പോൾ ഈ അടുത്തുള്ള ഈ തൊട്ടാവാടിയുടെ പൂക്കളോടും അതുപോലെ ഈ ചെറിയ ചെറിയ മൂക്കുത്തി പൂക്കളോടൊക്കെ ഈ പുഷ്പം ചോദിക്കുകയാണ്, അല്ല, നിങ്ങൾ ഈ പൂക്കളുടെ വർഗത്തിൽ ഇങ്ങനെ വന്ന് നിൽക്കണ എന്താ? എനിക്കും കൂടെ നാണക്കേടാകണം. ഈ മറ്റു പുഷ്പങ്ങളോട് ഈ വലിയ പുഷ്പത്തിന് ഒരു പുച്ഛം തോന്നുകയാണ്. തന്നെ ഓർത്ത് ഈ പുഷ്പത്തിന് വല്ലാത്തൊരു മഹിമ തോന്നുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാളുകൾ പിന്നിട്ടു. കുറച്ചു കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഇതാ ഈ പുഷ്പത്തിന്റെ ഓരോരോ എതളകൾ മങ്ങി അത് ചീഞ്ഞ് അളിഞ്ഞ് കൊഴിഞ്ഞു പോയി. അവസാനം ആ പുഷ്പം മുഴുവനും പതുക്കെ ചീഞ്ഞ് കൊഴിഞ്ഞ് അത് നാമാവശേഷമായി. ചിന്തിച്ചു നോക്കുക ആ പുഷ്പത്തിന്റെ സ്ഥിതി. ആ പുഷ്പം എന്തെങ്കിലും കഷ്ടപ്പെട്ടവരാണോ ആ പുഷ്പത്തിന് അത്രയും മനോഹരമായ ഒരു കളറും അത്രയും മനോഹരമായ സുഗന്ധവും അത്രയും മനോഹരമായ എടുപ്പും പകിട്ടും ലഭിച്ചത്? ദൈവത്തിന്റെ ദാനമായി കിട്ടി, ദൈവം ദാനമായി കൊടുത്ത്. ഇതാണ് കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 4-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ ദൈവമക്കളെ പഠിപ്പിക്കുന്നത്. നിനക്ക് എന്ത് പ്രത്യേക മഹാത്മ്യമാണുള്ളത്? ദാനമായി ലഭിച്ചതല്ലാതെ നിനക്ക് എന്തുണ്ട്? എല്ലാം ദാനമായിരിക്കെ ദാനമല്ല എന്ന മട്ടിൽ നീ എന്തിന് അഹങ്കരിക്കുന്നു? ഇപ്പോൾ എല്ലാം തികഞ്ഞവരായെന്നോ? നിനക്ക് എന്ത് പ്രത്യേക മഹാത്മ്യമാണ് ഉള്ളത്? ദാനമായി ലഭിച്ചതല്ലാതെ നിനക്ക് എന്തുണ്ട്? എല്ലാം ദാനമായിരിക്കെ ദാനമല്ല എന്ന മട്ടിൽ നീ അഹങ്കരിക്കുന്നത് എന്തിന്? ഇത് ദൈവമായ കർത്താവിന്റെ സന്നിധിയിൽ അപ്രീതി വിളിച്ചു വരുത്തുന്ന ഒരു തിന്മയാണ്. നന്നായി പഠിക്കുന്ന കുട്ടികൾ പഠിക്കാത്ത കുട്ടികളെ നോക്കി ഇകഴ്ത്തി സംസാരിക്കരുത്, പുച്ഛഭാവത്തോടെ നോക്കരുത്. നല്ല ജോലിയുള്ളവർ സാധാരണ കൂലിപ്പണിക്കാരെ നോക്കി പുച്ഛഭാവത്തോടെ സംസാരിക്കരുത്, താഴ്ന്ന വിധത്തിൽ നോക്കരുത്. നല്ല സ്കൂളിൽ പഠിക്കുന്നവർ ലോക്കൽ സ്കൂളുകളിൽ പഠിക്കുന്നവരെ നോക്കി പുച്ഛഭാവത്തോടെ നടക്കരുത്. നല്ല ബസ്സുകളിൽ യാത്ര ചെയ്യുന്നവർ സാധാരണ ബസ്സിൽ യാത്ര ചെയ്യുന്നവരെ നോക്കി മേനി ഭാവിക്കരുത്. നല്ല വസ്ത്രമിട്ട് നടക്കുന്നവർ, നല്ല സ്ഥിതിയിലിരിക്കുന്നവർ, ആരോഗ്യമുള്ളവർ ആരോഗ്യമില്ലാത്തവരെ നോക്കി ഇകഴ്ത്തി ചിന്തിക്കരുത്, മേന്മ ഭാവിക്കരുത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു കാറ്റത്ത് അടിച്ചു കൂട്ടപ്പെടുകയും അടുത്ത കാറ്റത്ത് അടിച്ചു ചിതറിക്കപ്പെടുകയും ചെയ്യുന്ന പൂഴിക്കൂന പോലെയല്ലേ നമ്മുടെ ജീവിതം? ഇന്നുണ്ട്, നാളെ എന്ത് സ്ഥിതി എന്ന് ആർക്കറിയാം? നാം നമ്മിൽ തന്നെ മേനി പറയരുത്, നാം നമ്മിൽ തന്നെ മേനി ഭാവിക്കരുത്. ഉള്ളതിലധികം മേന്മ ഭാവിക്കുന്നത് കർത്താവ് നിരോധിച്ചിരിക്കുന്നു. ഈ ലോകത്തിൽ നമുക്ക് ഉള്ളതെല്ലാം നമുക്ക് ലഭിച്ചിരിക്കുന്ന ദാനമാണ്. ആർക്കും പ്രത്യേകമായി അതിനെക്കുറിച്ച് മേന്മ ഭാവിക്കാൻ ഇല്ല എന്ന് തന്നെയാണ് തിരുലിഖിതം പഠിപ്പിക്കുന്നത്. കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 8-ാമത്തെ അധ്യായത്തിൽ 1-ാമത്തെ തിരുലിഖിതം പഠിപ്പിക്കുകയാണ്. അറിവ് അഹന്ത ജനിപ്പിക്കുന്നു, സ്നേഹം ആത്മീയ ഉത്കർഷം വിളിച്ചു വരുത്തുന്നു. എന്തുകൊണ്ടാണ് നമുക്ക് ഈ ഒരു കുറച്ച് അറിവുണ്ടാകുമ്പോൾ, കുറച്ച് പണമുണ്ടാകുമ്പോൾ, കുറച്ച് ആരോഗ്യം ഉണ്ടാകുമ്പോൾ, ജീവിതത്തിൽ നന്മകൾ കൊണ്ട് ദൈവം നമ്മളെ മുടിചൂടിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇതുപോലെ നെകളമുണ്ടാകുന്നത്? സ്നേഹത്തിന്റെ ആത്മാവ് നിഷ്ക്രമിച്ചത് കൊണ്ട് തന്നെ. സ്നേഹം ആത്മീയ ഉത്കർഷം വിളിച്ചു വരുത്തുന്നു. ഈ ജീവിതത്തിലെ ഓരോ നന്മകളും എനിക്കും നിങ്ങൾക്കും ആത്മീയ ഉത്കർഷമാക്കി രൂപാന്തരപ്പെടുത്താൻ പ്രവർത്തിക്കുന്നത് സ്നേഹത്തിന്റെ ആത്മാവാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ജീവിതത്തിലെ നന്മകൾ, ജീവിതത്തിലെ ഉയർച്ച, ജീവിതത്തിലെ വളർച്ച, ഇതെല്ലാം എനിക്കും നിങ്ങൾക്ക് ആത്മീയ ഉത്കർഷത്തിന് വേണ്ടി അത്രേ കർത്താവ് വർഷിച്ചിരിക്കുന്നത്. യാക്കോബ് ശ്ലീഹയുടെ ലേഖനം 4-ാം അധ്യായത്തിൽ 6-ാം തിരുലിഖിതം, അവിടുന്ന് കൃപാവരം ചൊരിയുന്നു, അവിടുന്ന് നന്മ ചൊരിയുന്നു, അവിടുന്ന് അഭിഷേകം ചൊരിയുന്നു. ഇത് കൂലി കൊടുത്തിട്ട് കിട്ടണതല്ല, ഇത് പണം കൊടുത്തിട്ട് കിട്ടുന്നതല്ല, ഇത് ദൈവം ദാനമായി ചൊരിയുന്നതാണ്. നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ കാര്യങ്ങളും, അത് പാരമ്പര്യമാകട്ടെ,
അത് അറിവാകട്ടെ, ബുദ്ധിശക്തിയാകട്ടെ, മേന്മയാകട്ടെ, ആരോഗ്യമാകട്ടെ, ജോലിയാകട്ടെ, കഴിവുകളാകട്ടെ, കുടുംബമാകട്ടെ, മക്കളാകട്ടെ, മാതാപിതാക്കളാകട്ടെ, ഈ ലോകത്തിലുള്ള സമസ്ത നന്മകളും ദൈവം നമ്മുടെ മേൽ ദാനമായി ചൊരിഞ്ഞിരിക്കുന്നതത്രേ. യാക്കോബ് 4:6 അവിടുന്ന് കൃപാവരം നമ്മുടെ മേൽ ദാനമായി ചൊരിയുന്നു. പെരുമഴ ചൊരിയുന്നത് പോലെ ദൈവം ദാനമായി നമ്മുടെ മേൽ കൃപാവരം ചൊരിയുന്നു. ദൈവം ചൊരിഞ്ഞിട്ട് നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത് മാത്രമാണ് ഇപ്പോൾ നമ്മുടെ കൈകളിലുള്ളത്. അതിനെക്കുറിച്ച് മേന്മ പറയുന്നത്, മേനി ഭാവിക്കുന്നത് കർത്താവിന് ഇഷ്ടമല്ല. പണ്ട് ഒരു വലിയ ലൈറ്റ് ഇതാ പട്ടണത്തിന്റെ നടുവിൽ കത്തി നിൽക്കുകയാണ്. അങ്ങനെ ഏതാണ്ട് 10,000 വാട്ട് പവർ ഉള്ളൊരു ലൈറ്റാണ്. ആ ലൈറ്റ് അവന് കത്തി ജ്വലിച്ച് നിൽക്കുമ്പോൾ രാത്രി 12 മണി സമയത്ത് ഇതാ ആ വഴി ഒരു പാവപ്പെട്ട മനുഷ്യൻ ഒരു ചെറിയ മെഴുകുതിരിയും കത്തിച്ച് പിടിച്ചുകൊണ്ട് കടന്നു പോവുകയാണ്. ഉടനെ ഈ വലിയ ലൈറ്റിന് ഈ ചെറിയ മെഴുകുതിരിയോട് ഒരു പുച്ഛം തോന്നി. അതിങ്ങനെ താഴത്തേക്ക് നോക്കി. അത് ചോദിച്ചേ, ഈ മെഴുകുതിരിയൊക്കെ എന്താ ഇങ്ങനെ ലൈറ്റിന്റെ വർഗത്തിന്, പ്രകാശത്തിന്റെ വർഗത്തിന് നാണക്കേട് ഉണ്ടാക്കിക്കൊണ്ട് ഇതുപോലെയുള്ള ഡ്യൂക്കിലിറ്റ് സാധനങ്ങളൊക്കെ എന്തിനാണ് ജീവിച്ചിരിക്കുന്നത്? അതിന് നാണക്കേട് തോന്നുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ 10,000 വാട്ട് പവറിൽ ജ്വലിച്ചു നിൽക്കുന്ന ബൾബിന് ഈ മെഴുകുതിരി കണ്ടപ്പോ പുച്ഛം തോന്നുകയാണ്. അതിനെ ഇകഴ്ത്തി സംസാരിക്കാൻ തോന്നുകയാണ്. അതിനൊരു അവജ്ഞ തോന്നുകയാണ്. ലുക്കിംഗ് ഡൗൺ ടു അതേഴ്സ്, ഇങ്ങനെ അതിനെ താഴ്ത്തി ഇകഴ്ത്തി നോക്കിക്കൊണ്ട് അതിനെക്കുറിച്ച് പലതും ചിന്തിക്കുകയാണ്. അതങ്ങനെ ഗമയോടെ രാത്രി മുഴുവൻ അവിടെ തലയെടുപ്പോടെ നിന്നു. നേരം വെളുത്തു. 6 മണിയായി, 7 മണിയായി, 8 മണിയായി, സൂര്യൻ ഉദിച്ചുയർന്നു. 11 മണിയായി, 12 മണിയായി. അതിനെ ഓഫാക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. 12 മണിയായി. ഇതാ മധ്യാഹ്ന സൂര്യൻ കത്തി ജ്വലിച്ച് നിൽക്കുമ്പോ ഈ 10,000 വാട്ട് പവറുള്ള ലൈറ്റിന്റെ പ്രകാശം ആരും ഗവനിക്കുന്നില്ല. അതവിടെ കത്തി നിൽപ്പുണ്ട്. ധാരാളം ആളുകൾ റോഡിലൂടെ നടന്നു പോകുന്നു. എന്നാൽ ആരും ഈ ലൈറ്റിന്റെ പ്രകാശത്തെ ഗവനിക്കുന്നില്ല. ആ സൂര്യപ്രകാശത്തിന് മുമ്പിൽ കത്തി നിൽക്കുന്ന ഈ ലൈറ്റിനെ കുറിച്ച് പലർക്കും പലതരത്തിലുള്ള ബുദ്ധിമുട്ട് തോന്നുകയാണ്. ആരും അതിനെ ഗവനിക്കുന്നില്ല, ആരും അതിനെ വിലമതിക്കുന്നില്ല, ആരും അതിനെ ശ്രദ്ധിക്കുന്നില്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ മേനി പറയുകയാണെങ്കിൽ ദൈവത്തിന്റെ കഴിവിന്റെ മുമ്പിലേക്ക് വന്ന് ദൈവത്തോട് തുലനം ചെയ്തിട്ട് മേനി പറയുക. കാരണം ദാനമായി നൽകിയ ദാതാവിന്റെ മുമ്പിൽ വന്നിട്ടാണ് നമ്മുടെ പരിപൂർണതയെ നമ്മൾ അളക്കേണ്ടത്. എന്റെ മേന്മയെ ഞാൻ അളക്കേണ്ടത്, എന്റെ പൂർണ്ണതയെ ഞാൻ അളക്കേണ്ടത്, എന്റെ വിശുദ്ധിയെ ഞാൻ അളക്കേണ്ടത്, എന്റെ കഴിവിനെ ഞാൻ അളക്കേണ്ടത് ഞാൻ ഏതെങ്കിലും പാവപ്പെട്ട മനുഷ്യനോട് എന്നെ തന്നെ തുലനം ചെയ്തുകൊണ്ടല്ല. എനിക്കിതെല്ലാം നൽകിയ എന്റെ ദാതാവിന്റെ മുമ്പിൽ വന്നിട്ട് ഞാൻ എന്റെ പൂർണ്ണതയെ അളക്കണം. എനിക്കിതെല്ലാം നൽകിയ എന്റെ ദൈവത്തിന്റെ മുമ്പിൽ വന്നിട്ട് എന്റെ വിശുദ്ധിയെ ഞാൻ അളക്കണം. എന്റെ ദൈവത്തിന് മുമ്പിൽ വന്നിട്ട് എന്റെ കഴിവുകളെ ഞാൻ നോക്കണം. എന്റെ താലന്തുകൾ എന്റെ ദൈവം ആഗ്രഹിച്ച വിധം ഞാൻ വളർത്തിയിട്ടുണ്ടോ? ദൈവത്തിന് മുമ്പിലേക്ക് വരിക, നിങ്ങളുടെ കണക്കുകൾ നിരത്തി വെക്കുക. ദൈവത്തിന് മുമ്പിലേക്ക് വരിക, നിങ്ങളുടെ അവകാശവാദങ്ങൾ പറയുക. നിങ്ങളുടെ വാദം അവിടെ നിലനിൽക്കുമോ ഇല്ലയോ എന്ന് അപ്പോൾ നമുക്കറിയാം. ഇതാണ് കൊരിന്ത്യസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ അപ്പോസ്തലൻ പഠിപ്പിക്കുന്നത്. കൊരിന്ത്യസുകാർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ 5-ാമത്തെ തിരുലിഖിതം, അന്ധകാരത്തിൽ മറഞ്ഞിരിക്കുന്നവയെ വെളിച്ചത്ത് കൊണ്ടുവരുന്നവനും ഹൃദയ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നവനും അവനാണല്ലോ. അപ്പോൾ അവനിൽ നിന്ന് നിങ്ങൾക്ക് പ്രശംസ ലഭിക്കും. അന്ധകാരത്തിൽ മറഞ്ഞിരിക്കുന്നവനെ വെളിച്ചത്ത് കൊണ്ടുവരുന്നവനും ഹൃദയ രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്നവനും അവനാണല്ലോ. അപ്പോൾ അവനിൽ നിന്ന് നിങ്ങൾക്ക് പ്രശംസ ലഭിക്കും. പ്രിയപ്പെട്ട ദൈവമക്കളെ, അതുകൊണ്ട് 1 കൊരിന്തോസ് 10-ാം അധ്യായത്തിൽ 12-ാമത്തെ തിരുലിഖിതത്തിൽ അപ്പോസ്തലനോട് പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുകയാണ്. ആകയാൽ നിൽക്കുന്നു എന്ന് വിചാരിക്കുന്നവൻ വീഴാതെ സൂക്ഷിക്കട്ടെ. ആകയാൽ നിൽക്കുന്നു എന്ന് വിചാരിക്കുന്നവൻ വീഴാതെ സൂക്ഷിക്കട്ടെ. എന്തെങ്കിലും ഉണ്ട് എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവൻ അത് നഷ്ടപ്പെടാതിരിക്കാൻ എളിമപ്പെട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കട്ടെ. വിശുദ്ധ ലിഖിതം ദൈവമക്കൾക്ക് നൽകുന്ന വ്യക്തമായ നിർദ്ദേശം റോമാലേഖനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. റോമാലേഖനം 12-ാം അധ്യായം അതിൽ 16-ാം തിരുലിഖിതം, എല്ലാവരും ഔദത്യം വെടിഞ്ഞ് എളിയവരുടെ തലത്തിലേക്ക് ഇറങ്ങി വരട്ടെ. ഔദത്യം വെടിഞ്ഞ് എളിയവരുടെ തലത്തിലേക്ക് ഇറങ്ങി വരുന്നവരുടെ മേലാണ് കർത്താവ് തന്റെ കടാക്ഷം അയക്കുന്നത്. വീണ്ടും തിരുലിഖിതം പഠിപ്പിക്കുകയാണ്. 2 കൊരിന്തോസ് 3-ാം അധ്യായം 5-ാം തിരുലിഖിതം, 2 കൊരിന്തോസ് 3:5. ഇവിടെ ശ്ലീഹ
തന്റെ തന്നെ അവസ്ഥ ദൈവസന്നിധിയിൽ അപ്പോസ്തലനായ പൗലോസ്ലീഹ എങ്ങനെയാണ് മേന്മ ഭാവിക്കുന്നത്? അപ്പോസ്തലനായ പൗലോസ്ലീഹ കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറഞ്ഞ എങ്ങനെയാണ്? സ്വന്തമായി എന്തെങ്കിലും മേന്മ അവകാശപ്പെടാൻ ഞങ്ങൾ യോഗ്യരല്ല. ഞങ്ങളുടെ യോഗ്യത ദൈവത്തിൽ നിന്നാണ്. ഞങ്ങളുടെ യോഗ്യത ദൈവത്തിൽ നിന്നാണ്. ജെറമിയ പ്രവാചകന്റെ പുസ്തകത്തിൽ ഈ കാര്യത്തെക്കുറിച്ച് 9-ാം അധ്യായത്തിൽ 23-ാം തിരുലിഖിതം രേഖപ്പെടുത്തുന്നുണ്ട്. ജെറമിയ 9:23 കർത്താവ് അരുളി ചെയ്യുന്നു, ജ്ഞാനി ജ്ഞാനത്തിൽ അഹങ്കരിക്കാതിരിക്കട്ടെ, ബലവാൻ തന്റെ ബലത്തിൽ പ്രശംസിക്കാതിരിക്കട്ടെ, സമ്പന്നൻ തന്റെ സമ്പത്തിൽ വലിപ്പം ഭാവിക്കാതിരിക്കട്ടെ. പ്രശംസിക്കുന്നവൻ ഞാൻ ഭൂമിയിൽ കരുണയും നീതിയും ന്യായവും പുലർത്തുന്ന കർത്താവാണ് എന്ന അറിവിൽ പ്രശംസിക്കട്ടെ. ഇതിലാണ് ഞാൻ ആനന്ദം കൊള്ളുന്നത്, കർത്താവ് അരുളി ചെയ്യുന്നു. ജെറമിയ 9-ാം അധ്യായം 23-ഉം 24-ഉം തിരുലിഖിതങ്ങൾ. ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഓ ദൈവമേ, ഈ ദൈവവചനത്തിന് വേണ്ടി അവിടുന്ന് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ഒരുമിച്ച് കൂട്ടിയ ഓരോ കുടുംബങ്ങളെയും ഓരോ സമൂഹങ്ങളെയും ആശീർവദിക്കണമേ. സ്വന്തമായി മേന്മ പറയാൻ ഞങ്ങൾക്കൊന്നുമില്ല കർത്താവേ, മേനി പറയാൻ ഒന്നുമില്ല കർത്താവേ. ഞങ്ങൾ ചെറിയവരാണ്, തുടങ്ങിയെടുത്ത് തന്നെയാണ് ഞങ്ങൾ നിൽക്കുന്നത്. സ്വന്തമായി മേന്മ അവകാശപ്പെടാൻ ഞങ്ങൾക്കൊന്നുമില്ല കർത്താവേ. ഈ നിമിഷങ്ങളിൽ ഞങ്ങളുടെ ഇല്ലായ്മ ഏറ്റുപറഞ്ഞ്, ഞങ്ങളുടെ ചെറുമ ഏറ്റുപറഞ്ഞ്, എളിമ ഏറ്റുപറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ചെറിയവരാണ് കർത്താവേ, ഞങ്ങളോട് കരുണ തോന്നണമേ. എല്ലാ അഹങ്കാരത്തിന്റെയും മേനി പറച്ചിലിന്റെയും വമ്പ് പറച്ചിലിന്റെയും നെകളത്തിന്റെയും അരൂപികളെ നസ്രയനായ യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു. ദൈവമക്കളിൽ നിന്നും കുടുംബങ്ങളിൽ നിന്നും സമൂഹങ്ങളിൽ നിന്നും നെകളത്തിന്റെയും വമ്പ് പറച്ചിലിന്റെയും അഹങ്കാരത്തിന്റെയും ധാർഷ്ട്യത്തിന്റെയും അരൂപികൾ വിട്ടൊഴിഞ്ഞു പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്വർഗീയ നിമിഷം, മാലാഖമാർ ചേരും നിമിഷം. ഈ നിമിഷം സ്വർഗീയ നിമിഷം, മാലാഖമാർ ചേരും നിമിഷം. ആരാധ്യനാഥൻ അണയുന്ന നേരം, അനുഗ്രഹദായക നിമിഷം. ആരാധ്യനാഥൻ അണയുന്ന നേരം, അനുഗ്രഹദായക നിമിഷം. ആരാധനാ സ്തുതി യേശുവേ, ആരാധനാ സ്തുതി യേശുവേ, ആരാധനാ സ്തുതി യേശുവേ, ആരാധനാ സ്തുതി യേശുവേ. എഫേസോസ് ലേഖനം 5-ാം അധ്യായം 17-ാം തിരുലിഖിതം. കർത്താവിന്റെ അഭീഷ്ടം എന്തെന്ന് മനസ്സിലാക്കുവിൻ, സമയം പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുവിൻ. ദൈവമേ, ഈ കാലഘട്ടത്തിൽ അനേകം ദൈവമക്കളിൽ ദൈവകൃപ ദുർബലപ്പെടുത്തുന്ന അഹങ്കാരത്തിന്റെയും നെകളത്തിന്റെയും അരൂപികളെയും ശക്തികളെയും തകർത്ത് എളിമയുടെ കൃപാവരങ്ങൾ ഞങ്ങൾക്ക് ചൊരിഞ്ഞു തരണമേ. 2 കരങ്ങളും കർത്താവിങ്കിലേക്ക് ഉയർത്തുക. രോഗികൾ അവരുടെ രോഗപീഠകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹൃദയത്തിൽ തകർന്നിരിക്കുന്നവർ വേദന സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. നെകളവും അഹങ്കാരവും പീഡിപ്പിക്കുന്നവർ അതിന്റെ പീഡകളിൽ നിന്ന് വിടുതലിനായി പ്രാർത്ഥിക്കട്ടെ. എല്ലാവരും സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ അത്ഭുത ശക്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ.
രോഗികളിലേക്ക്, ക്ഷീണിതരിലേക്ക്, തകർന്നവരിലേക്ക്, ദുർബലരിലേക്ക്, എല്ലാ തരത്തിലുള്ള കണ്ണുനീരാലും നിറഞ്ഞ ജീവിതങ്ങളിലേക്ക് അത്ഭുതകരമായ ദൈവിക ശക്തി പ്രവഹിക്കട്ടെ കർത്താവെ. സഹായിക്കാൻ ആരുമില്ലാത്ത വിധം തകർന്നുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങളിലേക്ക് അങ്ങയുടെ അത്യത്ഭുത ശക്തി വ്യാപരിക്കട്ടെ. യേശുവിൻ്റെ ശക്തിയാൽ തിന്മകളും ആധിപത്യങ്ങളും നിർവീര്യമാകട്ടെ. യേശുവിൻ്റെ ശക്തിയാൽ പൈശാചിക കോട്ടകൾ തകർന്നു വീഴട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ സ്തോത്രം. യേശുവേ അണയുന്ന